ദേവിക 2 ദിവസം അവിടെ നിൽക്കട്ടെ എന്ന്. പിന്നെ അച്ഛൻ എന്നെ വിളിച്ചു പറഞ്ഞു, എന്തോ അത്യാവശ്യമാണ്, പെട്ടെന്ന് നമ്മളെ വിളിച്ചോണ്ട് വരണമെന്ന്. അങ്ങനെ വന്നേ. അത് ശരി. അപ്പൊ സ്വന്തം ഇഷ്ടത്തോടെ അല്ല കൊണ്ടുവന്നത്. ദേവിക മോളെ, കാര്യങ്ങൾ നീയെങ്കിലും ഒന്ന് തുറന്നു പറയുന്നുണ്ടോ? സത്യമായിട്ടും എനിക്കറിയില്ലമ്മേ. ശരി നന്ദ, നീ ഒരാണല്ലേ, എന്താണെങ്കിലും തുറന്നു പറ. ഇത് നിന്റെ വീടാ, ദേവിക നിന്റെ ഭാര്യ. എനിക്കിപ്പോ ഒന്നും പറയാനില്ല. സാറ് വന്നു. എന്താ ഇവിടെ? സിദ്ധു പറഞ്ഞിട്ടല്ലേ നന്ദൻ ദേവികയെ കൂട്ടിക്കൊണ്ടുവന്നത്. ഇന്നലെ നമ്മൾ ചോദിച്ചിട്ട് ഇവൻ വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ല. പ്രശ്നങ്ങളുടെ ഗൗരവം മനസ്സിലാക്കിയിട്ടാണല്ലോ സിദ്ധു ദേവികയെ കൊണ്ടുവരാൻ പറഞ്ഞത്. സിദ്ധു തന്നെ ചോദിക്ക് എന്താ കാരണമെന്ന്. ആ പ്രശ്നങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ അത്യാവശ്യമായി ദേവിയെ വിളിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയാനാ. ഞാൻ രാജിവെച്ച ഒഴിവിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന കാര്യം അറിയാലോ. മോളോടാ ചോദിച്ചത്. അറിയാം. അതിൽ ആരാകണം അടുത്ത സ്ഥാനാർത്ഥി എന്നതിനെ കുറിച്ച് പാർട്ടിക്ക് ചർച്ച നടന്നു. അച്ഛൻ എന്തായാലും മത്സരിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മളെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു സ്ഥാനാർത്ഥി വേണമെന്ന് പാർട്ടിക്ക് നിർബന്ധം. സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിന്റെ ഭാര്യ പ്രഭാവതി മത്സരിക്കണമെന്നൊരു നിർദ്ദേശം വന്നു. പക്ഷേ അമ്മ മത്സരിക്കുന്നില്ല എന്ന് ഉറച്ചു നിന്നു. ഇപ്പോ പാർട്ടി ഏകണ്ഠമായി തീരുമാനമെടുത്തിരിക്കുന്നു. മോളാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി. അത് കൊള്ളാം, കാലക്കി. ദേവിക, കൺഗ്രാറ്റ്സ്. അയ്യോ അച്ഛാ, അത് മോളെ എതിർക്കരുത് പ്ലീസ്. അല്ലച്ഛൻ, ഞാൻ എന്താ ഈ പറയുന്നേ? പാർട്ടി തീരുമാനമാണ്. അച്ഛനും അത് അംഗീകരിച്ചു. അല്ല, ഞാൻ മോള് തന്നെയാണ് സ്ഥാനാർത്ഥി. അച്ഛാ, മോളെ, ഞാൻ പാർട്ടി മീറ്റിംഗിൽ സമ്മതിച്ചു പോയി. ഇനി മാറ്റി പറയരുത്. മോനെ, ഡോക്ടർ പറഞ്ഞൊക്കെ അറിയാലോ. മരുന്ന് കൃത്യമായിട്ട് കഴിക്കണം, ചെറുതായിട്ട് നടക്കണം, സമയത്തിന് ഭക്ഷണം കഴിക്കണം. അങ്ങനെയാവുമ്പോ 1-2 മാസത്തിനുള്ളിൽ തന്നെ എന്റെ മോൻ പഴയ ഋഷിക്കുട്ടനാവും. ലീവ് വരും. മോൻ സമാധാനായിട്ടിരിക്കെ. മാഡം. CP വരൂ. ഋഷി ഇപ്പൊ എങ്ങനെയുണ്ട്? ഓക്കെ ആണല്ലോ അല്ലേ? നല്ല വ്യത്യാസമുണ്ട്. ചെറുതായിട്ട് നടക്കുന്നുണ്ട്. വാക്കുകൾ അവ്യക്തമാണെങ്കിലും പറയുന്നുണ്ട്. ഇതൊക്കെ സാധിച്ചത് ദേവിക ഇവിടെ ഉണ്ടായോണ്ട് മാത്ര. ഡോക്ടറും അത് തന്നെ പറഞ്ഞു. ദേവിയുടെ കാര്യം സംസാരിക്കാൻ കൂടിയാ ഞാൻ വന്നത്. എന്താ CP? ഓ, ദേവിക ഉപതെരഞ്ഞെടുപ്പില് മത്സരിക്കാൻ പോകുന്ന കാര്യമാണോ? അതെ. കേട്ടത് വാസ്തവാണോ? പാർട്ടിക്ക് അങ്ങനെ ഒരു തീരുമാനമുണ്ടോ?
CP കേട്ടത് സത്യമാണ്. പാർട്ടി അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞു. എന്തൊരു കഷ്ടമാണ്. എന്തൊക്കെ സംഭവിച്ചാലും ചന്ദ്രോത്ത് നിന്ന് ഒരാൾ വരാൻ പാടില്ല എന്ന് ഉറപ്പിച്ചിട്ട് അത് തന്നെയാണല്ലോ സംഭവിച്ചിരിക്കുന്നത്. എന്താ മേഡം ഇതൊക്കെ? എന്താ പറ്റിയത്? ഒന്നും പറ്റിയിട്ടില്ല. ദേവിക എന്റെ സ്വന്തം കുട്ടിയാണ്. അത് മാത്രം CP അറിഞ്ഞാ മതി. എന്താ മേഡം? ദേവിക MLA ആവുന്നു വെച്ചാ എന്റെ സ്വന്തം ആള് MLA ആവുന്നു എന്നർത്ഥം. CPയോട് പറയാതെ ഞാൻ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പറഞ്ഞുതരാം. മോനെ, അമ്മ ഇപ്പൊ വരാട്ടോ. CP വാ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.